അച്ഛാ, ഈ 4 വയസ്സിലാണ് അച്ഛന് ആദ്യമായിട്ട് ദൈവവിളി ഉണ്ടെന്നുള്ളത് അച്ഛനത് മനസ്സിലായെന്ന് പറഞ്ഞു. അതെങ്ങനെയായിരുന്നു ആ അനുഭവം? 4 വയസ്സായപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ടൊരു സ്വപ്നം ഉണ്ടാകുന്നത്. അതിനു മുമ്പ് എനിക്ക് സ്വപ്നങ്ങളുണ്ടായിട്ടില്ല. ആ സ്വപ്നത്തിൽ ഞാൻ സ്വർഗത്തെക്കുറിച്ച് ആണ് കാണുന്നത്. സ്വർഗത്തിൽ ചെന്നു ഈശോയെയും മാതാവിനെയും പിതാവായ ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും മാലാഖമാരെയും എല്ലാം കണ്ടു. ഒരു രാത്രി മുഴുവനും ഞാൻ ആ സ്വപ്നത്തിൽ സ്വർഗത്തിലായിരുന്നു. അതിരാവിലെ ഞാൻ എഴുന്നേറ്റു. അപ്പോൾ എൻ്റെ അമ്മ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ സ്വപ്നം ഒന്ന് പറയണമെന്ന് കരുതിക്കൊണ്ട് ഞാൻ എഴുന്നേറ്റു. ഞാൻ അടുക്കളയിൽ ചെന്നു. ആദ്യമായിട്ട് അമ്മയോട് ഇങ്ങനെ ഒരു സ്വപ്നം പറഞ്ഞു. ഞാൻ സ്വർഗത്തിൽ പോയി, സ്വർഗത്തിൽ ഇന്ന കാര്യങ്ങളെല്ലാം കണ്ടു, അതിമനോഹരമാണ്. അമ്മ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു, സ്വർഗം അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഏതാണ്ട് അമ്മ എല്ലാ ദിവസവും സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന പോലെയാണ് പറഞ്ഞത്. അതങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു, ആ സ്ഥലത്ത് എല്ലാ ദിവസവും പോകാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് കിട്ടിയ ഉത്തരവ് ഇതാണ്: വിശുദ്ധർ മാത്രമേ സ്വർഗത്തിൽ എല്ലാ ദിവസവും പോകാറുള്ളൂ. ഞാനൊരു ചോദ്യം ചോദിച്ചു, ആരാണ് ഈ വിശുദ്ധർ? അത് വൈദികർ മാത്രമേ വിശുദ്ധരുള്ളൂ, ബാക്കിയുള്ളവരൊന്നും എല്ലാ ദിവസവും സ്വർഗത്തിൽ പോവുകയില്ല. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഈ വൈദികരെല്ലാവരും എല്ലാ ദിവസവും സ്വർഗത്തിൽ പോയി ഇതെല്ലാം കണ്ട് തിരിച്ചു വന്ന് ജനങ്ങളോട് സംസാരിക്കുന്നവരാണ്. എനിക്കൊരു വൈദികനാകണം എന്നൊരു തീരുമാനം ഞാൻ ആ അടുക്കളയിൽ വെച്ച് എടുക്കുകയാണ്. ആ തീരുമാനത്തിനോ ആ സ്വപ്നത്തിനോ ഇന്നുവരെ മാറ്റം വന്നിട്ടില്ല.